ഹലോ, നമുക്ക് ഇന്നും ഒരു ഹെവി ആയിട്ടുള്ള അല്ല കുറച്ചും കൂടെ സിമ്പിളായിട്ട് ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് നോക്കിയാലോ. അതായത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ വേറൊരു മെത്തേഡാണ് കേട്ടോ. ഇത് ചെയ്യാനും ഒട്ടും പാടില്ല, എളുപ്പമാണ്, ബിഗിനേഴ്സിനും സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിനായിട്ട് അടിയിൽ നിന്ന് സൂചി കുത്തിയെടുക്കുക. പിന്നെ കളർ, നൂലിൻ്റെ കളർ നിങ്ങളുടെ ഇഷ്ടമാണ്, ബീഡ്സിൻ്റെ കളർ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക. അതിനുശേഷം അതിനകത്തോട് ഒരു ബീഡ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കുത്തി താഴോട്ട് വലിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ സൂചിയിലോട്ട് 2 ബീഡും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതായത് ആ ഒരു ആരോ ചിഹ്നം നമ്മുടെ ഭാഗത്ത് വരത്തക്ക രീതിയിൽ ഒന്ന് ഫ്രെയിം തിരിച്ച് വെക്കണം കേട്ടോ. അത് ഞാൻ രണ്ടാമത് ഓർത്തിട്ട് അങ്ങനെ ചെയ്ത് അതിനുശേഷം നേരെ റൈറ്റിലോട്ട് കുത്തുക. അതായത് നമ്മൾ ഫസ്റ്റ് ഒരു ബീഡ് ഇട്ട് അത് താഴോട്ട് കുത്തിയെടുത്തതിന് ശേഷം ആ താഴെ ഭാഗത്ത് നിന്നും കുറച്ച് റൈറ്റിലോട്ട് ഒന്ന് ചരിച്ച് സൂചി കുത്തിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് 2 ബീഡ് എടുത്തിടുക. ഇട്ടതിന് ശേഷം നേരെ ലെഫ്റ്റിലോട്ട് കുത്തിയിട്ട് കുറച്ചും കൂടെ ചരിച്ച് സെൻട്രൽ ലൈനിലോട്ട് കൊണ്ടുവരണം കേട്ടോ. വീഡിയോയിൽ നോക്കിയാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, അടിപൊളിയായിട്ട് മനസ്സിലാവും. എന്നിട്ട് സൂചിൻ്റെ അടിയിലൂടെ ആയിരിക്കണം നൂലിരിക്കേണ്ടത്. അതായത് നമ്മൾ റൈറ്റിലും ലെഫ്റ്റിലും കുത്തിയ ആ ഒരു നൂലില്ലയോ, ആ കേർവ് സൈസിൽ കിടക്കുന്ന ആ നൂല് സൂചിൻ്റെ അടിയിലൂടെ എടുത്തതിന് ശേഷം അതൊന്ന് സൂചി വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഒരു സ്റ്റിച്ച് ക്രിയേറ്റ് ആവും. അതായത് 2 മുത്തും 2 സൈഡും ഇരിക്കണം, 2 ബീഡ്സ് 2 സൈഡ് ഇരിക്കണം. എന്നിട്ട് സൂചി നേരെ ഒരു 1/4 ഇഞ്ച് പോലും വേണ്ടാത്ത അളവിന് താഴോട്ട് കുത്തിയെടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇത്ര 1/4 ഇഞ്ചിന് നമ്മൾ ആ ഒരു ലൈന് കൊടുക്കണോ, അതല്ല കുറച്ച് ചെറുതായിട്ട് കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ഒന്ന് കൊടുത്ത് കുത്തി, അതായത് നമ്മൾ അതവിടെ ഒരു ലോക്ക് ഇടുന്നതാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കുത്തി അവിടെ ഒന്ന് ലോക്ക് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ബീഡ് ഇട്ട് അങ്ങനെ ഈ സ്റ്റിച്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് തുടങ്ങാം. അതാകുമ്പോൾ കുറച്ചും കൂടെ അടുപ്പിച്ചായിട്ട് നമ്മൾ ആ ബീഡ്സ് വരും കേട്ടോ. ഇപ്പം കുറച്ച് വൈറ്റ് കളർ ബീഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി, അതായത് കുറച്ചും കൂടെ ഇറിച്ച് നിൽക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഗ്രീൻ കളർ ബീഡ്സ് എടുത്തത്. പിന്നെ കുറച്ച് വേറെ നല്ല അടിപൊളി കളർ ബീഡ്സ് ഒക്കെ എടുത്ത് ഞാൻ നല്ല വീഡിയോസൊക്കെ വീണ്ടും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന, അതായത് എംബ്രോയിഡറിനെ കുറിച്ച് ഒട്ടും അറിയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി അവരെ ഒന്ന് ഹൈലൈറ്റ് ആക്കിയിട്ടാണ്, അതായത് അവരെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കായിരുന്നാലും ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എളുപ്പത്തിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ സ്റ്റിച്ചുകൾ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഡ്രസ്സിൽ തന്നെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് വർക്ക് കൊടുക്കാനും പറ്റും. എന്നാൽ നിങ്ങൾക്ക് അത് കൈ നന്നായിട്ട് വഴങ്ങി വരുകയും ചെയ്യുമല്ലോ. പിന്നെ അതിനുശേഷം ലാസ്റ്റ് ഞാൻ കെട്ടിടുന്ന വീഡിയോയിലോട്ട് കാണുന്നുണ്ട്, നമ്മൾ എവിടെയാണോ സൂചി കുത്തി താഴെ ഇട്ടതിന് ശേഷം ഒരു ലൈൻ മാത്രം വരത്തക്ക രീതിയിൽ ആ സൂചി പുറത്തോട്ട് കുത്തി എടുക്കുക. ശേഷം ഒരു ബീഡും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ സ്റ്റിച്ച് താഴോട്ട് എടുത്തതിന് ശേഷം ബേക്കിൽ കെട്ടിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ക്ലിയർ ആവും, ഫുൾ ഫില്ലാവും കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് നോക്കിക്കുക, എന്ത് ഭംഗിയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഒട്ടും പാടില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ഇതൊക്കെ കുറച്ച് ചരിച്ചൊക്കെ കൊടുക്കാൻ പറ്റും, ചില്ല പോലെയൊക്കെ നമുക്ക് ചരിച്ച് കൊടുക്കാൻ നല്ല രസമുള്ള സ്റ്റിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.